ജന്തർ മന്തർ പാറ്റ കലാപത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുമായി ഡൽഹി പോലീസിന്റെ സൈബർ ഫോറൻസിക് വിഭാഗങ്ങൾ പ്രതിഷേധകാലത്ത് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വിദേശ ബോട്ട് ശൃംഖലകളും ഉപയോഗിച്ച പ്രകോപനപരമായ ഉള്ളടക്കങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഏകോപിത നീക്കം നടന്നതായാണ് കണ്ടെത്തൽ. ഓപ്പറേഷൻ സിന്ദൂർ കാലത്തും സജീവമായ അക്കൗണ്ടുകളാണ് പാറ്റ കലാപവും ആളിക്കത്താൻ പിന്നിൽ പ്രവർത്തിച്ചത്. സമയത്ത് തന്നെ വലിയ തോതിൽ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് അവ സജീവമാക്കി വിവാദ വീഡിയോകൾ, പ്രസ്താവനകൾ, റീലുകൾ തുടങ്ങിയവ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. തുടർന്ന് ആയിരക്കണക്കിന് ബോട്ട് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പോസ്റ്റുകൾക്ക് കൃത്രിമമായി കൂടുതൽ കാഴ്ചക്കാരും ഷെയറുകളും പ്രതികരണങ്ങളും ലഭിക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ജൂലൈ 20 മുതൽ 23 വരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ആവർത്തിച്ച് പങ്കുവച്ചതായും ഇത് സ്വാഭാവിക സോഷ്യൽ മീഡിയ പ്രവർത്തനമല്ല, മറിച്ച് ആസൂത്രിതമായി ഡിജിറ്റൽ ക്യാമ്പയിനിന്റെ ഭാഗമായിരുന്നുവെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി മെറ്റ, ഗൂഗിൾ, എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അക്കൗണ്ടുകളുടെ ഉടമസ്ഥാവകാശ വിവരങ്ങൾ, IP അഡ്രസ്സുകൾ, സർവർ ലോഗോകൾ, ലോഗിൻ ചരിത്രം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറണമെന്നാണ് ആവശ്യം. ഈ വിവരങ്ങൾ ലഭിക്കുന്നതോടെ വ്യാജ അക്കൗണ്ടുകൾ നിയന്ത്രിച്ച വ്യക്തികളെയും അതിന് പിന്നിലെ ശൃംഖലയെയും തിരിച്ചറിയാൻ കഴിയും. വ്യാജ അക്കൗണ്ടുകൾ ഇന്ത്യക്കകത്തു നിന്നോ വിദേശത്തു നിന്നോ നിയന്ത്രിച്ചതാണോ, ഏതെങ്കിലും സംഘടനകൾ ഇതിന് പിന്നിലുണ്ടോ, നിരവധി അക്കൗണ്ടുകൾ ഒരേ കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും ഫോറൻസിക് പരിശോധനയിലൂടെ ഉടൻ വെളിച്ചത്തുവരും. ജനം, ഡൽഹി.